നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വറുത്ത് കറി വെക്കാതെ തന്നെ വറുത്ത് കറി വെച്ച രുചിയുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് സവാള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒരു 6 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് നെടുകെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാലപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊടിയാണിത്. കുറച്ച് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കിലോനോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 750 ഗ്രാം ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിനകത്തോട്ട് ചിക്കൻ്റെ പീസുകളെല്ലാം ഇടുക. അതിന് ആവശ്യമായ ചേരുവകൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. വേവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ആവശ്യത്തിന് ഉപ്പ്, ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഗരം മസാല എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങാനീര് കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ ഇറച്ചിയിൽ നന്നായിട്ട് ഉപ്പും എല്ലാം പിടിക്കും, നല്ല സോഫ്റ്റ്നെസ് ആകും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിലായിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് പാചകം ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യം ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് നമ്മൾ ഒന്ന് വഴറ്റുക. അതിന് ഒരുവിധം സവാള ഒന്ന് വാടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയും ഇട്ട് ഒരുവിധം മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി ചേർക്കുന്നത് കൊണ്ട് കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകുകയും ഒരു പ്രത്യേക സ്വാദുണ്ടാകുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നത്. ഇതിന് നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില എല്ലാം ചേർത്ത് കൊടുക്കും. പച്ചമുളക് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല, കാരണം ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് എരിവ് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിട്ട് അടിക്കാം. എനിക്ക് കുറച്ച് എരിവ് കുറവായതുകൊണ്ട് ഞാനിപ്പോൾ അതിടുന്നില്ല. വേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൂടി ചേർത്ത് ഒരുവിധം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ശരിക്ക് മൂക്കേണ്ട കാര്യമില്ല, നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് പിന്നെയും ഒന്ന് മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചേർക്കാനുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ നൈസായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇട്ട് ഒരുവിധം മൂപ്പിക്കുക. ഒന്ന് ഇടയ്ക്ക് ഉടച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരുവിധം പാകമായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചേർത്ത എണ്ണ എല്ലാം ഇപ്പോൾ ഇതിൽ നിന്ന് കുറേ തന്നെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ പൊടികളൊന്നും ഇതിനോടൊപ്പം മൂപ്പിച്ചില്ല, അത് നമ്മൾ പിന്നീടാണ് മൂപ്പിക്കുന്നത്. ഇതെടുത്ത് വെച്ചതിന് ശേഷം ആറിയിട്ട് നമുക്കത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. മിക്സിയിൽ ഈ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന ചട്ടിയിൽ ബാക്കി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് നമ്മൾ ഈ അരപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഈ സമയം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല കൊഴുപ്പുള്ള ഒരു കറി തന്നെയായിരിക്കും ഇത്. ഇതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരുവിധം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഓരോ പൊടികളും ഇടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് ഞാൻ പച്ചമുളക് ഇട്ടത്. അതിനുശേഷം ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച്, ചിക്കനിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു വെന്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയൊന്നും ഇതിൽ കാണുകയില്ല, എല്ലാം നമ്മൾ അരച്ചാണ് ചേർത്ത് വെച്ചേക്കുന്നത്. നന്നായിട്ട് തിളച്ച് കുറുകി വന്ന സമയമാകുമ്പോഴാണ് ഈ കറി ശരിയായി വരുന്നത്. കുക്കറിൽ നമ്മൾ നേരത്തെ ഇത് പകുതി വേവിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നാരങ്ങനീരെല്ലാം ചേർത്ത് വേവിച്ചത് കൊണ്ട് നന്നായിട്ട് ഉപ്പെല്ലാം അതിന് പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പകുതി വേവ് നമ്മൾ ഈ അരപ്പിനകത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്കിത് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്നിത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കറി നല്ല കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ പാകം. ഈ സമയത്ത് നമുക്ക് കറി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയെല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ കറി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.